ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് മാരേജ് ചെയ്യണം എന്ന്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ മാരേജ് ചെയ്താൽ കൊള്ളാം എന്നൊരു ഇത് തോന്നാറുണ്ട്. അതിലേക്ക് ഒരാൾ വരുമ്പം എൻ്റെ ഈ ഒരു നിമിഷങ്ങളൊക്കെ അച്ഛനും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ഒന്നുകിൽ മണ്ണിനടിയിലായിപ്പോയെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിലും ഹൈയിലേക്ക് പോയിട്ടുണ്ടായനെ. രണ്ട് കുട്ടികൾക്ക് ഒരു അച്ഛനാണല്ലോ, അപ്പോൾ ആ കുട്ടികളെ ഒരു കണക്ഷനും ഇല്ല, ഒരു ഹെൽപ്പിങ്ങും ഇല്ല, ഒരു രീതിയിൽ ഒന്നുമില്ല. കുട്ടികൾ രണ്ടുപേരും എല്ലാ രീതിയിലും ഞാൻ മാത്രമാണ് അവർക്കുള്ളത്. എങ്ങനെയാണ് മക്കളെയൊക്കെ നോക്കുന്നത്? മക്കളുടെ കാര്യം കഷ്ടമാണെന്ന് വേണേൽ പറയാം. കാര്യം ജോലി വെച്ചിട്ട് അവരെ എനിക്ക് നോക്കാനേ പറ്റിയിട്ടില്ല. നമ്മുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ നല്ല രീതിയിലാവുകയോ അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് പേരൻസ് കൂടെ നിന്നാലേ അവരൊരു നല്ല രീതിയിൽ വരുത്തുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം എനിക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആൺകുട്ടികളായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ. വിഷമമാണ് ആ ഒരു കാര്യത്തില്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് വരെ ഞാൻ പഠനത്തിനുള്ള പൈസ തരും. 18 വയസ്സ് കഴിഞ്ഞാൽ 5 പൈസ ഞാൻ എക്സ്ട്രാ തരില്ല. പിന്നെ നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കുവാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാൻ 5ന്റെ പൈസ തരില്ല എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറുതിലെ കല്യാണം കഴിഞ്ഞു, അത് പിന്നെ ഡോസിലേക്ക് എത്തിയെന്ന്. ശരിക്കും എന്താണ് സംഭവിച്ചത് ചേച്ചി? അറിവില്ലാത്ത ഒരു ടൈമിൽ തുടങ്ങിയ ഒരു കണക്ഷൻ ആയിരുന്നു അത്. ഈ ജീവിതം ഞാനിവിടെ അനുഭവിച്ച ജീവിതം അല്ലായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത്. ഞാൻ ആരെയും ഇനി ബ്ലെയിം ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ ഇതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ലൈഫ്. പെട്ടെന്ന് ദേഷ്യം വന്ന് ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ആള്. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത്, ഞാൻ ഇങ്ങനെയൊക്കെ വന്നത് കൊണ്ടല്ലേ, ആ ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്ത് അവിടെ അങ്ങ് നിൽക്കുകയോ ചെയ്തത്. എന്നെ കളറിനെ വെച്ചിട്ട് കാക്ക കറുമ്പി ഇവളെന്തോ പോലെ ഇരിക്കും. എന്റെ ബാഹ്യ സൗന്ദര്യത്തെ നോക്കിയിട്ട് കളറിൽ ശരിക്കും കാര്യമൊന്നുമില്ല. അല്ല, അത് നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്. കളറിൽ കാര്യമുണ്ട്. അയാൾ അങ്ങനെ പോയത് കൊണ്ട് ആരും അയാളെ കുറ്റം പറയത്തില്ല. പക്ഷെ ഞാനാണ് കുട്ടികളെ അവരെ ഏൽപ്പിച്ചിട്ട് മൊത്തത്തിൽ പോയെങ്കിൽ അമ്മയെ കുറ്റം പറയും, എന്നെ കുറ്റം പറയും. കഴിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമാണ് അതിന്റെ തീവ്രത എന്താന്ന് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ ആ പ്രോബ്ലംസ് ആണ് എന്നെ ഇപ്പം ഇവിടെ എത്തിച്ചത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ഒരു വാശിയൊക്കെ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ദിവസം 12 മണിക്കൂറൊക്കെ ഫുള്ള് പഠിത്തമായിരുന്നു എൻ്റെ ലോകം. പിന്നെ പിള്ളേരെ നോക്കും, അങ്ങനെ പഠിച്ച് റെയിൽവേയിൽ കിട്ടി. എൻ്റെ മദറിലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മ. പക്ഷെ ജോലി കിട്ടുമ്പം ഒട്ടും പ്രതീക്ഷയില്ല, റെയിൽവേയിൽ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, വേറെ നാട്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷയില്ല. എല്ലാം ഒരു നിമിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നാണ്. ഞാൻ എല്ലായിടും ഒരു പോസിറ്റീവ് കാണും. സാധാരണ നമ്മൾക്ക് എന്തേലും ജോലി കിട്ടിയാൽ മതി, ഞാൻ അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ആ ഒരു വാശിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ ഇതാവണം, പിന്നെ ഈ ഒരു ലൈഫിൽ നിന്ന് എങ്ങനെയും മാറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഇറങ്ങിയപ്പോയതിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഒരാളും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോഴത്തേന് ഒരുപാട് പേരിങ്ങനെ വിഷമം കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ ജോലി കിട്ടിയപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് മോശപ്പെട്ട ഒരു ടൈമിൽ എല്ലാവർക്കും നാണക്കേടാണ് എൻ്റെ പേര് പറയാൻ, പക്ഷെ ഇപ്പം എല്ലാവർക്കും സന്തോഷമാണ്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. വെൽക്കം ബാക്ക് ടു മഴവിൽ കേരളം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസറായ ബബിത ചേച്ചിയുടെ കൂടെയാണ് ഞാനുള്ളത്. ഇത് ഞാൻ എവിടെ നിന്നാന്ന് വെച്ചാൽ പ്രൊഫൈൽ നിങ്ങൾ തന്നെ ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് എന്നൊന്നും പറയണ്ട കേട്ടോ. അറിയത്തില്ല, എന്തോ പക്ഷെ നമ്മുടെ ഇൻഫ്ലുവൻസറായ നമ്മുടെ ബബിത ചേച്ചിയാണ് എൻ്റെ കൂടെയുള്ള. ചേച്ചി സ്വാഗതം. ചേച്ചി എന്നെയാണ് ബ്യൂട്ടി ഹെൽത്ത് ബ്യൂട്ടി പോയി. പക്ഷെ എന്തിനാ പിന്നെ പ്രൊഫൈലിൽ അങ്ങനെ? അറിയത്തില്ല, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ തന്നെ അല്ല ക്രിയേറ്റ് ചെയ്തത്. ചേച്ചി അല്ല,
അങ്ങനെ ഇട്ടെന്നും പറഞ്ഞ ചേച്ചി അങ്ങനെ അല്ലെന്നല്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അങ്ങനെ ചേച്ചി എല്ലാമാണ്, ഓളിഞ്ഞോളാണ് ശരിക്കും ബബിത ചേച്ചി എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ ചേച്ചി? ഇല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് മാത്രം, എല്ലാരും ഉള്ളപ്പോ മാത്രം ചിരിക്കും, അല്ലാത്തപ്പോ ആയിരിക്കും. അതെന്താ അങ്ങനെ ഗ്ലൂമി ആവാൻ? അതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നവര്, എൻ്റെ ജോലി അങ്ങനെയാണ്. 12 അവർ ഒറ്റയ്ക്ക് ഗേറ്റിന്റെ ഉള്ളില്, പിന്നെ റൂമിന്റെ ഉള്ളിൽ 12 അവർ ഫുൾ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫാണ്. അപ്പം ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ശരിക്കും ഈ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ളൊരു ലൈഫ് എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഒറ്റയ്ക്ക് ഇരുന്നത് കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ തരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തി കഴിഞ്ഞാൽ അത് അടിപൊളി ഒരു ലൈഫായിരിക്കും. ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ചേച്ചി 12 hours ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എവിടുന്നാണ് ബബിത ചേച്ചി സമയമുള്ളത് ശരിക്കും? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഒരു സാധനത്തിന് നമ്മൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അതിനുള്ള ടൈം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വന്ന് ചേരും ആ ഒരു ടൈം. അപ്പം അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ മാക്സിമം ഞാൻ വീഡിയോസൊക്കെ എടുത്തങ്ങ് നിൽക്കും. പക്ഷെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉഴപ്പാണ്. ഭയങ്കര ഉഴപ്പാണ്. ഉഴപ്പ് മീൻസ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരോട്ടൊക്കെ സംസാരിച്ച്, അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും ബിസി ആയിരിക്കും മിക്കവാറും. വീഡിയോസ് കുറയും. ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ്? എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക? എന്ത് ചെയ്യുമ്പോഴാണ് അത് ഈ ആക്ടിങ് ഫീൽഡ്, ആക്ടിങ് മേഖല ഇഷ്ടമാണ്. ഇപ്പം എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കണ്ടന്റ് അതിനകത്തുള്ളത്. ചേച്ചി ഓരോ വീഡിയോ ഭയങ്കര, ശരിക്കും ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം? ഇപ്പൊ കോമഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരോ ക്യാരക്ടർ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ, അതൊക്കെ എങ്ങനെ അതിൽ വന്നെത്തി? ഒരു കാര്യം ഞാനിപ്പോ പറയാം, അനുഭവങ്ങളിൽ നിന്ന് എടുത്ത കുറെ ഉണ്ട് അതില് ഇല്ലേ? അനുഭവങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേട്ടും അറിഞ്ഞൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആണ് ഇപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാല് എന്താണ് അമ്മയുടെ കൂടെയൊക്കെ ഇരിക്കും, അമ്മയുടെ കൂടെ ഇരുന്നാലാണ് കുറച്ചൊക്കെ ഓക്കെ ആവാന്ന് പറഞ്ഞു. വീട്ടിലാ ശരിക്കും ആരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, എൻ്റെ 2 കുട്ടികൾ ഒക്കെയാണ് ഉള്ളത്. അപ്പം അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ഈ വീഡിയോസിലൊക്കെ? ഭയങ്കര സപ്പോർട്ടായിട്ട്? ഭയങ്കര സപ്പോർട്ടാ. ആണ്. എന്താ പറയാ, ഈ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും. അത് പണ്ട് ഞാൻ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഒരുപാട് സമയം ഫോണിൽ ഇങ്ങനെ കുത്തിയിരിക്കുമ്പം ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയും പറയത്തില്ല. അപ്പൊ ഭയങ്കര സന്തോഷമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഒരു ബബിതയും ഇതിന് മുന്നേ ഉള്ളൊരു ബബിത ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല? സത്യം, ഭയങ്കര വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരു കല്യാണം കഴിഞ്ഞു, വളരെ ചെറുതിലെ കല്യാണം കഴിഞ്ഞു, അത് പിന്നെ എന്താണ് ഡിവോഴ്സിലേക്ക് എത്തിയെന്ന്. ശരിക്കും എന്താണ് സംഭവിച്ചത് ചേച്ചി? അത് അറിവില്ലാത്ത ഒരു ടൈമിൽ തുടങ്ങിയ ഒരു കണക്ഷൻ ആയിരുന്നു അത്. അപ്പം ഒരു എടുത്തുചാട്ടം, അറിവില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്നത് മൊത്തം ഒരു പൊട്ടത്തരാണല്ലോ. എന്നാലും ലൈഫിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഈ ജീവിതം, ഞാനിവിടെ അനുഭവിച്ച ജീവിതം അല്ലായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത്. ഞാൻ ആരെയും ഇനി ബ്ലെയിം ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ ഇതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് അന്നേരം തോന്നിയത്, ഇനി എന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോവുകയായിരുന്നു. എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു അപ്പോഴത്തെ. അപ്പം എൻ്റെ ഫാമിലി ആയാലും എൻ്റെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇരുന്ന് പഠിച്ചതാണ്. ചുമ്മാ അല്ല, നന്നായി പഠിച്ച് ഒരു ദിവസം 12 മണിക്കൂറൊക്കെ ഫുള്ള് പഠിത്തമായിരുന്നു എൻ്റെ ലോകം. പിന്നെ പിള്ളേർ നോക്കും, കുഞ്ഞുട്ടനൊക്കെ കുഞ്ഞു പിള്ളേരായിരുന്നു, 2 പേരും കുഞ്ഞു പിള്ളേരായിരുന്നു. പിന്നെ വീട്ടിലെ ജോലിയും ചെയ്യും, പഠിക്കും. അങ്ങനെ പഠിച്ച് റെയിൽവേയിൽ കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഒരു 3 സ്റ്റേജ് ഉണ്ട്. ആദ്യം ഒരു പഞ്ചകുഞ്ച പാവമായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് രണ്ടാമത് ഭയങ്കര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും, ഭയങ്കര ഡെഡിക്കേഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. പിന്നെ അത് കഴിഞ്ഞ് ജോലിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ഒരാളായി മാറി. ഇപ്പം ആക്ച്വലി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി സമാധാനപ്രിയയായിട്ട് ഇങ്ങനെ പോവാണ്. ശരിക്കും ഇപ്പം എവിടെയാ വർക്ക് ചെയ്യുന്നത്? തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് പോയി വരുന്നതും അപ്പം എങ്ങനെയാണ് മക്കളെയൊക്കെ നോക്കുന്നത്? മക്കളുടെ കാര്യം കഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ജോലി വെച്ചിട്ട് അവരെ എനിക്ക് നോക്കാനേ പറ്റിയിട്ടില്ല. 2 പേരുടെ ഒരു
ഒരു ക്യാരക്ടർ ഇതാവുന്ന ഒരു, നമ്മുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ നല്ല രീതിയിലാവുകയോ അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് പേരൻസ് കൂടെ നിന്നാലേ അവരൊരു നല്ല രീതിയിൽ വരുത്തുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം എനിക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാര്യം വെച്ചാൽ എനിക്ക് അവിടെ പോയി ജോലി ചെയ്താലേ അവരുടെ ഫുഡായാലും കാര്യങ്ങളായാലും എല്ലാം നടക്കും. മറ്റൊരു ഇൻകം ഇല്ല. ആണ്. ശരിക്കും ഒരു സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ് ബബിത ചേച്ചി. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചൊരു ജോലി മേടിക്കത്തില്ല. അതൊന്നും എനിക്ക് പറയാനുള്ളത്, അത് വലിയൊരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് ജോലി എന്നല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ റെയിൽവേയിലല്ല കിട്ടിയത്, എന്തിലേക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം? ഞാൻ പോലീസ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി പഠിച്ചത്. എനിക്ക് ആ യൂണിഫോമിനോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സുരേഷ് ഗോപി സാറിൻ്റെ ഫിലിംസൊക്കെ ഒരുപാട് എപ്പോഴും കണ്ട് അങ്ങനെ ആ ഒരു യൂണിഫോമിനോട് ഒരു ഇഷ്ടം ഉണ്ടായതായിരിക്കാം. വാണി വിശ്വനാഥൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോലീസ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ലിസ്റ്റിലൊക്കെ വന്നായിരുന്നു. ഫിസിക്കലി ഞാൻ ഔട്ടായിപ്പോയി, എനിക്ക് കിട്ടിയില്ല. ആ ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും ഇതിലെത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ആവാന്നുള്ള ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി നാൾ കരഞ്ഞു. പിന്നെ ഞാൻ റെയിൽവേ കിട്ടിയപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു ഇത് മതി, സേഫ് ആണ്, അടിപൊളി ജോലിയാണ്. പിന്നെ പുസ്തകം അങ്ങ് പതുക്കെ മടക്കി. അപ്പം ഇനിയിപ്പം റെയിൽവേയുമായിട്ട് അങ്ങനെ യോജിച്ച് പോകുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ആ വർക്കിംഗ് ടൈം? ഇപ്പം എല്ലാവരും ഇപ്പോൾ റെയിൽവേയിലല്ലേ ഭയങ്കര സുഖമാണ്, അങ്ങനെ അല്ലാന്ന് ചേച്ചി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ആ ജോലി? റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഗേറ്റ് കീപ്പറാ. അപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള ജോലികളാണ്. നൈറ്റ് ഡ്യൂട്ടി വരും. അപ്പം ഈ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ തനിയുള്ള ജോബാണ്. അപ്പം നമുക്ക് അതിൻ്റെതായ എന്ത് പ്രശ്നം വേണേലും നമ്മളിലേക്ക് എത്താം. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ജോലിയുടെ സ്വഭാവമാണെന്ന് വെക്കാം. പക്ഷേ ഈ തമിഴ്നാടാകുമ്പം കേരളത്തിലെ പോലെ അല്ല. മറ്റു പല പ്രോബ്ലംസും എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാനത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ പ്രോബ്ലംസ് ആണ് എന്നെ ഇപ്പം ഇവിടെ എത്തിച്ചത്. എന്തെങ്കിലുമൊക്കെ ആകണം, ഇതിൽ നിന്ന് എനിക്ക് മാറണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ഒരു വാശിയൊക്കെ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം എന്തായാലും നമുക്ക് ഈ ഇഷ്യൂസിൻ്റെ ഒരു തുടക്കമെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ചോദിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള അല്ലേ? അല്ല, അത് ഞാനത് പറഞ്ഞു. അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെ എനിക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാനിപ്പം ഡ്യൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കാര്യം വെച്ചാൽ എൻ്റെ അഡ്മിനിസ്ട്രേഷനൊന്നും അല്ല, പുറത്ത് നിൽക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് ആ റെയിൽവേ കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് അത് അങ്ങനെയാണ്. ആക്ച്വലി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ ഭരണമൊക്കെ വന്നതുകൊണ്ട്, പുതിയ ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങളൊക്കെ ട്രാൻസ്ഫറിൽ വരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആണ്. ശരിക്കും എടുത്തുചാട്ടത്തോടെ കിട്ടിയ ഒരു ലൈഫാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇതിലേക്ക് വരുമ്പം വീട്ടുകാരുണ്ടായിരുന്നില്ലെങ്കിൽ കൂടെ, കാരണം വീട്ടുകാർ ആദ്യം എതിർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം വീട്ടുകാർ എപ്പോഴായിരുന്നു പിന്നെ ഇങ്ങോട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു? മോൻ മൂത്ത കുട്ടി ആയപ്പോഴത്തേനും അമ്മ ഓക്കെ ആയി. പിന്നെ അവൻ 6 മാസം ആയപ്പോഴത്തേനും അച്ഛനും ഓക്കെ ആയി. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങ് ഗൾഫിൽ പോയായിരുന്നു. അപ്പം അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ടപ്പം എന്നെ ഈ വീട്ടിലാക്കിയിട്ടാണ് അവർ പോയത്. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു അങ്ങോട്ടേക്ക് എനിക്കിപ്പം ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഞാനിപ്പോൾ ഒന്നും പറയാറുമില്ല അതിനെപ്പറ്റി. അത് എനിക്ക് വേറൊന്നും, ആ ഒരു വ്യക്തിയെടുത്ത് എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 2 കുട്ടികൾക്ക് ഒരു അച്ഛനാണല്ലോ. അപ്പോൾ ആ കുട്ടികളെ ഒന്നും ഒരു കണക്ഷനും ഇല്ല, ഒരു ഹെൽപ്പിങ്ങും ഇല്ല, ഒരു രീതിയിലൊന്നുമില്ല. ആ ഒരൊറ്റ കാര്യം. ചില ഒരു ആൾക്കാർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, കുട്ടികളുണ്ടായാൽ അമ്മ നോക്കുക, അമ്മയാണ് മരണം. ഇപ്പം അയാൾ അങ്ങനെ പോയത് കൊണ്ട് ആരും അയാളെ കുറ്റം പറയത്തില്ല. പക്ഷെ ഞാനാണ് കുട്ടികളെ അവരെ ഏൽപ്പിച്ചിട്ട് മൊത്തത്തിൽ പോയെങ്കിൽ അമ്മയെ കുറ്റം പറയും, എന്നെ കുറ്റം പറയും. അങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റി. അപ്പം ആ ഒരു ഇതിൽ കുട്ടികൾ 2 പേരും എല്ലാ രീതിയിലും ഞാൻ മാത്രമാണ് അവർക്കുള്ളത്. ഞാനും എൻ്റെ ഫാമിലി മാത്രമാണ് ഉള്ളത്.
ആണ്. ഇപ്പം അത് ഞാൻ പറഞ്ഞത്, കാരണം ചേച്ചി ഒത്തിരി അനുഭവിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ കഴിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമാണ് അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, ഒരുപാട് ഉപദ്രവം സഹിച്ച് അവിടെ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത്രയും സഹിക്കേണ്ടി വന്നത്? ഒരു മദർ അല്ലെങ്കിൽ വൈഫ്, ഒരു നല്ലൊരു മകളാകാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ബോധേഡ് ചെയ്തുകൊണ്ടാണോ അത്രയും സഹിച്ച് നിന്നത് അവിടെ? അത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വന്ന് ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആള്. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാവാം, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടല്ലേ, ആ ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്ത് അവിടെ അങ്ങ് നിൽക്കുകയോ ചെയ്തത്. പിന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഞാൻ തന്നെ വർക്ക് ചെയ്തൊരു ജോബോ അങ്ങനെ എന്തെങ്കിലും അതിന് ശേഷം ഈ ഒരു ലൈഫ് ഇനി ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മൂവ് ചെയ്യായിരുന്നു ചെയ്തത്. ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയും പറയുന്നത് വെച്ചാൽ ബബിത ചേച്ചി ഈ നമ്മളിപ്പോൾ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ തന്നെയാണ് ചേച്ചി. കാരണം അവിടെ നിന്ന് പഠിച്ച് ഒരു ജോലി അല്ലേ, ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്നായിരുന്നു വാശി. സാധാരണ നമ്മൾക്ക് എന്തേലും ജോലി കിട്ടിയാൽ മതി, ഞാൻ അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള രാജ്യം. ഇല്ല, എനിക്ക് വൈകി ഗവൺമെന്റ് ജോലി തന്നെ വേണം. ആ ഒരു വാശിയാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ എത്തി അവിടെ? അതെന്ന് വെച്ചാൽ അത് ഈ ആളുകൾ കയറ്റിയ വാശി കൊണ്ടാണ്. ആൾക്കാരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയും മോശപ്പെടുത്തിയ ഫാമിലി അല്ല, ഈ പുറത്തുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെ ഒന്ന് പൊളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നേടണം. അതൊരു വാശിപ്പുറത്ത് മാത്രമാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അല്ലാണ്ട് എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പം എനിക്ക് എന്തൊക്കെയോ ഒത്തിരി പൈസ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സാലറി അങ്ങനെയൊന്നും അത്രയും തോട്ട്സ് എനിക്ക് പോയിട്ടില്ല. ആകെ എന്നെ കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ ഇതാവണം, പിന്നെ ഈ ഒരു ലൈഫ് ഒന്ന് എങ്ങനെയും മാറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു ജോലിക്കാരി ആയി കഴിയുമ്പം എല്ലാവരും ഓക്കെ ആവും, എന്നെ സപ്പോർട്ട് ചെയ്യും, ഈ ഒരു ലൈഫ് ആയിരിക്കില്ല എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ലീഗലി ഡിവോഴ്സ്ഡ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പൊ ചേച്ചിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഭയങ്കര നമ്മൾ ഈ കാണുന്ന ആളേയില്ല വീഡിയോസിലൊക്കെ. അപ്പോൾ ഈ എന്നെ ചേച്ചിയോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ മോശ സമയത്ത് ഇല്ലാത്ത ആൾക്കാർ നമുക്ക് ഒരിക്കലും നിന്നുണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മോശ സമയത്ത് ആരൊക്കെയാണോ നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും അവർ തന്നെ ആയിരിക്കും ലൈഫ് ലോങ് ഉണ്ടാവാന്ന് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും കുത്തുവാക്കുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ബബിത നീ എടുത്ത് ചാടിയതവളല്ലേ, നീ അനുഭവിച്ചു എന്നൊക്കെ തന്നെ പറയുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അത് ശരിക്കും എന്ത് കേട്ടപ്പോഴാണ് ഈ ഒരു വാശി കൂടിയത്? ഇങ്ങനെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഞാൻ. പിന്നെ ഇവിടെ എന്നെ അമ്മ ഇപ്പോഴും അമ്മ പറയാറുണ്ട്, അമ്മമാര് കുറവൊന്നുമില്ല. പിന്നെ എന്നെ കസിൻസ് ഒക്കെ ഇങ്ങനെ അവർക്കൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്, നാണക്കേടായി, ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണക്കേടായി ചേച്ചി. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഒരാളും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോഴത്തേന് ഒരുപാട് പേരിങ്ങനെ വിഷമം കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ ജോലി കിട്ടിയപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത്രയും കാലം നെഗറ്റീവായിരുന്നു, മോശപ്പെട്ട ഒരു ടൈമിൽ എല്ലാവർക്കും നാണക്കേടാണ് എൻ്റെ പേര് പറയാൻ. പക്ഷെ ഇപ്പം എല്ലാവർക്കും എൻ്റെ പേര് പറഞ്ഞ എൻ്റെ ചേച്ചിയാണെന്ന് പറയാൻ, അല്ല എൻ്റെ കുഞ്ഞമ്മയാണ് അല്ലെ അങ്ങനെ പറയാൻ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കിട്ടേണ്ടവർക്ക് കിട്ടും, അല്ലെങ്കിൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, എല്ലാവരും കൂടി എടുത്തോളന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. ശരിക്കും അതാ പറഞ്ഞ, നമ്മൾ പേരും പ്രശസ്തി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ കൂടെ ആൾക്കാരുള്ളതെന്ന് പറയുന്നത് ശരിക്കും സത്യമല്ലേ ചേച്ചി? ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ശരിക്കും നമ്മുടെ പേരും പ്രശസ്തിയല്ല, നമ്മുടെ കൂടെ ഉള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ചിലർ നമ്മുടെ മോശം സമയം മാത്രം നിൽക്കും. ചിലപ്പോൾ നമ്മൾ നന്നായി വരുന്ന സമയത്തിന് അവർ പെട്ടെന്ന് സ്കിപ്പായി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന കാണാം. ചിലർ നമ്മുടെ കൂടെ നല്ല സമയം മാത്രം നിൽക്കും, മോശം എന്ന് കാണുമ്പോഴത്തേന് അവർ പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷെ ഈ രണ്ട് സമയം നിൽക്കുന്നവരുണ്ട്, അത് എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചി മാത്രമേ, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം ആരൊക്കെ ഇല്ലാന്ന് പറഞ്ഞാലും അച്ഛൻ, അമ്മ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പം അന്ന് അച്ഛനും അമ്മ വേണ്ട നീ പൊക്കോ റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പം എന്ത് ചെയ്യുമായിരുന്നു? മേ ബി ഞാൻ ഇതിലും ഹൈല് പോയിട്ടുണ്ടായേ. ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെ, എനിക്ക് വാശി കയറുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുള്ളത്. വാശി ഇല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ആരെങ്കിലും എന്നെ ഒന്ന് പിന്നീന്ന് കുത്തുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ.
ഉള്ളൂ. അപ്പൊ ഈ കുത്തിയ ആൾക്കാർക്ക് തെറ്റിപ്പോയി, നിങ്ങൾ കുത്തിയ ആൾക്കാർ കുത്താതിരുന്നെങ്കിൽ ചേച്ചി ഇപ്പം അല്ലേ എവിടെയെങ്കിലൊക്കെ ഒന്ന് വീട്ടില് ജോലിയും ചെയ്തൊക്കെ അങ്ങ് ഇരിക്കുവായിരുന്നു. പക്ഷെ നിങ്ങൾ അതിനവരോട് നന്ദിയില്ലേ? ഓ അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള അവരോട് മാത്രമാണ്. കാരണം ഇങ്ങനെ കുത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന ഈ ബബിത എവിടെ എത്തി അല്ലേ ചേച്ചി? അല്ലേ? ഇല്ല, അത്രയ്ക്ക് അങ്ങ് ആയിട്ടൊന്നും ഇല്ല. ആൾക്കാർ ഇവളേതാ കമന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ആരാ ഇവള്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം. ആരാ ഒന്നും പറയരുത്. ഇപ്പം അതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം എനിക്കോ ഈ കാണുന്ന ഈ വീഡിയോസിന്റെ കാണുന്ന അടിയിൽ കാണുന്ന ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് കമന്റ് ഇടാനേ അറിയുള്ളൂ, പിന്നെ കുറ്റം പറയാനേ അറിയത്തുള്ളൂ. ഈ പറയുന്ന ആർക്കും ഗവൺമെന്റ് ജോലി ഇല്ല അല്ലേ? ഇപ്പൊ ഒരു ആണിന് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് കല്യാണം കഴിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും പെൺകുട്ടികൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ കാണിക്കാം അല്ലേ? കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ. അതെ, അതുകൊണ്ട് പിന്നെ കുറച്ച് അഹങ്കാരമൊക്കെ ആവാം. അന്ന് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നൊരു ഉത്തരയോ വിസ്മയോ ആവോന്ന് ഞാൻ പറഞ്ഞതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ അതിനെ കുറിച്ച്? ഇല്ല, അച്ഛനും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഞാനിപ്പം ഒന്നെങ്കിൽ മണ്ണിനടിയിലായിപ്പോയെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിലും ഹൈയിലേക്ക് പോയിട്ടുണ്ടായനെ. എന്തായാലും ഞാൻ ഇതിന്റെ രണ്ടിലെ ഏതെങ്കിലും ഒന്നേ ആവത്തുള്ളൂ, അല്ലാണ്ട് ആവത്തില്ല. അല്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മെന്റൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരു വലിയ സീറോ തന്നെയാണ്. അവിടുന്ന് മക്കളെയും പിടിച്ച് ഉയർത്തി എഴുന്നേക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കാര്യമാണ്. ആ ഒരു അവർ വളർത്തിയ ശരിക്കും എങ്ങനെയാണ് ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേ വരെയുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? ഈ ഒരു ജോബ് നേടുന്നതിൻ്റെ ഈ ജോബ് നേടിയെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിക്ക് ജോലി കിട്ടിയായിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ കണ്ടു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാവരും അവളെ എത്രത്തോളം ഇതാക്കി എന്നുള്ളത് ഭയങ്കര പ്രൗഡായിരുന്നു. അപ്പം അവൾ മേടിച്ചെന്ന് വെച്ചാൽ UD ക്ലർക്കായിരുന്നു ESIയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഞാനും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ പഠിക്കുമ്പം ഈ 2 കുട്ടികളെയും നോക്കിക്കൊണ്ടാണ് പഠിക്കുന്നത്. രണ്ടുപേരെയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായി വർക്ക് നമ്മൾ ഗവൺമെൻറ് ജോലി എന്ന് വെച്ചാൽ നന്നായി വർക്ക് ചെയ്താലേ കിട്ടും, അതേന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ അത്രയും നല്ല തലയുള്ളവരായിരിക്കണം. ചിലർ 3 മാസം കൊണ്ട് കിട്ടി, 4 മാസം കൊണ്ട് കിട്ടി എന്നൊക്കെ പറയുന്നേക്കാം. അവർക്ക് അത്രയും ഇതുണ്ടാകും. പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ഒട്ടും പഠിക്കാൻ ഒരു കഴിവില്ലാത്ത ഒരാളാണ്. ഭയങ്കര എല്ലായിടവും ജയിച്ചങ്ങ് പോവും, ജസ്റ്റ് പാസ്സായി പോവും. 7 ആയാലും 10 +1 എനിക്കൊന്ന് +2 ഞാൻ ഒരു വിഷയം പൊട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ജോലി നേടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. അപ്പം ഞാൻ 10 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. രാത്രി ഇവരൊക്കെ ഉറങ്ങിയതിന് ശേഷം, കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു. എൻ്റെ മദറിലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മ. അപ്പോൾ ആ സമയത്തൊക്കെ നന്നായി പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് അങ്ങനെ ഒരു ജോലി കിട്ടി. പക്ഷെ ജോലി കിട്ടുമ്പം ഒട്ടും പ്രതീക്ഷയില്ല, റെയിൽവേയിൽ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, വേറെ നാട്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷയില്ല. എല്ലാം ഒരു നിമിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നാണ്. ഞാൻ എല്ലായിടും ഒരു പോസിറ്റീവ് കാണും. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു മോശം ജീവിതം വന്നുകൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. ആ ജോലിയിൽ എനിക്ക് കുറേ മോശം അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബർ ആയത്. ഞാൻ എന്തിലും എനിക്ക് എന്ത് നെഗറ്റീവ് വന്നാലും അതിനകത്ത് ഞാൻ ഒരു പോസിറ്റീവ് കാണും, എന്നിട്ട് അവിടെ വർക്ക് ചെയ്യും. അങ്ങനെയാണ്. നെഗറ്റീവ് കമന്റ്സും അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ, നല്ല നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ഏറ്റവും കൂടുതലും മീൻസ് ഇപ്പോൾ ഒരു നെഗറ്റീവ് കാരണം നമുക്ക് ചിലപ്പോൾ ഭയങ്കര രീതിയിൽ അസ്വസ്ഥരാകും. ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ പറഞ്ഞ കമന്റ്സ് ഞാൻ നോക്കാറില്ല, മിക്കവാറും ഇതിനിടയിൽ എന്തെങ്കിലും വരും നോക്കാം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ബോധേഡായി ഇത് ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കിൽ ഇഗ്നോർ ചെയ്ത് വിട്ട് കുറേ കമന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അത് എന്തൊക്കെയാണ് ശരിക്കും? അങ്ങനെ ഇഗ്നോർ ചെയ്ത് എന്നെ കളറിനെ വെച്ചിട്ട് കുറേ കമന്റ്സ് വരാറുണ്ട്. കാക്ക കറുമ്പി, ഇവളെന്തോ പോലെ ഇരിക്കുക, അങ്ങനെയൊക്കെ കമൻറ്റ്സ്. അതൊന്നും എനിക്കൊന്നും മനസ്സിൽ കൊള്ളാറൊന്നുമില്ല. എൻ്റെ ബാഹ്യ സൗന്ദര്യത്തെ നോക്കിയിട്ട് കളിയാക്കുന്നവർ എനിക്കത്. പക്ഷേ ചിലർ പറയാറുണ്ട് എന്താണ് വീഡിയോയുടെ വെച്ചിട്ട് എന്ത് വളിപ്പാ കാണിച്ചു വയ്ക്കുന്നത്. ഒരു കമൻറ്റ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു ശ്രീജിത്ത് നായർ എന്ന് പറഞ്ഞൊരു അയാളെ ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത്. എന്തൊക്കെ വളിപ്പ ഇവള് കാണിക്കുന്നത്, ഇവിടെ വിചാരം ഇവളിതൊക്കെ ചെയ്ത് അങ്ങ് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കി ജീവിക്കുമെന്ന എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്. എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ 2-3 ദിവസം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടായിരുന്നു. ഇയാളെന്താ എനിക്കിങ്ങനെ കമൻറ്റ് ഇട്ടാൽ? എനിക്ക് യൂട്യൂബിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്, എന്ത് വളിപ്പാന്നൊക്കെയുള്ളൊരു ഭയങ്കര മോശം കമൻറ്റ്. ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അങ്ങനത്തെ ചില കമന്റ്സ് ഒക്കെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറാറുണ്ട്. വളരെ ചിലപ്പോൾ മാത്രമാണ് ഇങ്ങനെ വരാറുള്ളതും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ എനിക്ക് തോന്നാറുമുണ്ട്. ഞാൻ വർക്ക് ചെയ്യാറുമുണ്ട്. ഈ കണ്ടന്റ് ഒക്കെ ആരാ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു? ചേച്ചി തന്നെയാണോ അതോ മക്കള് പറഞ്ഞു തരും? എനിക്ക് കൂടുതലും ചില വീഡിയോസിന്റെ കോൺസെപ്റ്റ് ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചിലത് എനിക്ക് ക്യാച്ച് ആവും. ഞാനത് പെട്ടെന്ന് മൊബൈലിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അത് വെച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ കാണുമല്ലോ, അപ്പം പല വീഡിയോസിനകത്തുനിന്ന് ചില കോൺസെപ്റ്റ് നമുക്ക് കിട്ടും, ചില ഐഡിയാസ് കിട്ടും. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ വേറെ രീതിയിലേക്ക് മേക്ക് ചെയ്ത് എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് എനിക്കത് കണ്ടപ്പോൾ മുതലാണ് ഭയങ്കര കണക്ട് ചെയ്യാൻ തുടങ്ങി ബാക്കിയുള്ള വീഡിയോസ്. ശരിക്കും നമ്മുടെ അമ്മമാര് രാവിലെ എഴുന്നേൽപ്പിക്കുന്നു, കൊണ്ടുപോയി അല്ലേ ബ്രഷ് ചെയ്യിക്കുന്നു, അത് ഒത്തിരി അത് റൺ ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ ആ ഒരു ആക്ഷൻസ് നിങ്ങൾ കാണാൻ മോനെ ഞാൻ കുറച്ചും കൂടി ഓവറായിട്ട് കാര്യം വെച്ചാൽ അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. 100-ല് 70% ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 30% പറയും എന്ത് ഓവർ ആക്ടിങ് ആണ്. പക്ഷെ ഈ ഓവർ കാണിച്ചാലേ ഈ വരുന്ന വ്യൂ ആയാലും എല്ലാം എനിക്ക് ഹൈലി കിട്ടും, ആൾക്കാർ ചിരിക്കുന്ന ആയാലും എല്ലാം എനിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓവറായിട്ടൊക്കെ അങ്ങ് ചെയ്യും. അതുകൊണ്ട് മൈൻഡിൽ കിടന്നില്ല. അതെ, ശരിയാ. കാരണം നമ്മൾ ശരിക്കും വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ അമ്മമാർ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കൂടെ കണ്ടാണ്. വലിച്ചെടുക്കുന്നു കുട്ടികളെ കൊണ്ടിങ്ങനെ അല്ലെ, മോളെ ഇങ്ങനെ മുടിയൊക്കെ പിന്നുന്നു. ശരി അല്ലെ, എക്സാക്ട് കറക്റ്റ് കാര്യം തലയിൽ എണ്ണ തയ്ക്കുന്നില്ല. അയ്യോ അതുപോലെ തന്നെയാണ് അല്ലേ? എല്ലാ അമ്മമാരും എന്താ ഇങ്ങനെ ആയിരുന്നു ആ ടൈമിൽ. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്കല്ലേ ചേച്ചി കണക്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണോ? ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാറുണ്ട്. ചിലപ്പം അയ്യോ എന്റെ ചാനലിൽ വീഡിയോ ഒന്നും ആയില്ലല്ലോ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഭയങ്കരമായിട്ട് ട്രെയിനൊക്കെ ഉള്ള സമയം ഉണ്ടാവും. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. 12 മണിക്കൂർ ജോലിയല്ലേ. അപ്പറ്റേന്റെ റൂമിലൊക്കെ വന്നിട്ട് ഒരു മൂടും കാണത്തില്ല. അന്നേരം ഞാൻ ആയിരിക്കും അയ്യോ എന്റെ വീഡിയോ ഒന്നും വന്നില്ലല്ലോ, എന്റെ വ്യൂവേഴ്സ് ഇപ്പൊ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് എങ്ങനെയും വീഡിയോ ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ ഒരു വിഷമമൊക്കെ വരാറുണ്ട്. അങ്ങനെ വിഷമത്തോടൊക്കെ വീഡിയോ ചെയ്തിട്ടുമുണ്ട്, കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ എനിക്ക് എപ്പോഴും ഒരു പെർഫെക്ഷൻ കുറവ് ഫീൽ ചെയ്യാറുണ്ട്. കാര്യം ഒരു അടുക്കും ചിട്ടയും ഒരു പെട്ടെന്ന് ചെടപെട എന്നാ ചെയ്യുന്നത്. കാര്യം സമയം കുറച്ചല്ല ഉള്ളു. ഓടി നടന്ന് ചെടങ്ങ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ദൈവം എനിക്കൊരു ടീം ഉണ്ടായിരുന്നെങ്കിൽ, കുറെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ മേക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മേനെയൊക്കെ വീഡിയോയിലേക്ക് ഇപ്പം യൂട്യൂബിലേക്ക് വന്നു എന്ന് പറഞ്ഞേ, അത് ശരിക്കും അങ്ങനെ വരാനുള്ള ഒരു കാര്യം. കാരണം യൂട്യൂബ് തുടങ്ങണം, അതിന്ന് ഇപ്പം ഇൻകം ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ കിട്ടി തുടങ്ങിയപ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. യൂട്യൂബ് ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു ഒരിക്കലും. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ടിക്ടോക്ക് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതങ്ങ് പോയില്ലേ. ടിക്ടോക്കിൽ നിന്നാണ് ശരിക്കും നമ്മുടെ എല്ലാ ആൾക്കാരുടെ തുടക്കം. ഇനി ഏതൊക്കെ ഒരു ആപ്പ് വന്നാലും ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ അല്ലേ? അതെ അതെ, അതങ്ങനെ തന്നെ ഇരിക്കും. അവിടെ നിന്നാണ് എല്ലാവരുടെയും തുടക്കം അല്ലേ? അതെ. അപ്പൊ അത് ബാൻ ചെയ്തപ്പോഴത്തേനും എന്റെ കുറെ വീഡിയോസ് മിസ്സായിപ്പോയി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ടിക്ടോക്ക് പോലെ ഇനി ഇൻസ്റ്റഗ്രാമിനകത്ത് പിന്നെ വീഡിയോ ചെയ്തിടാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം പോയാലോ ഓർത്ത് ഞാൻ വെറുതെ യൂട്യൂബിലേക്ക് ആ വീഡിയോ ചുമ്മാ ഇട്ട് വെച്ചതാ, ഇൻസ്റ്റയിൽ ഇട്ട റീൽസ് ഒക്കെ. അതിങ്ങനെ നോക്കുമ്പോൾ ഉണ്ട്, ഒരു ദിവസം നോക്കുമ്പോൾ 3.2K സംതിങ് വ്യൂസ്. നല്ല വ്യൂ വന്നല്ലോ. അന്നത് 3.2 എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പൊ ആളുകളുടെ കമന്റ്സ് വരാൻ തുടങ്ങി. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വന്നതാ. അങ്ങനെ കയറി വന്നതാണ്. ഈ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറെ കണ്ടന്റ് ഇങ്ങനെ മനസ്സിൽ വരുവേ. അപ്പം ശരിക്കും എങ്ങനെയുള്ളൊരു വ്ളോഗർ ആവണം എന്നാണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം? എനിക്ക് ഇത് തന്നെ, ഈ ഒരു കോമഡി വീഡിയോസ് ക്രിയേഷൻ തന്നെ, ആളുകളെ ചിരിപ്പിക്കുക തന്നെയാണ് മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം. ആണ്, ചിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഓരോ വീഡിയോസിനകത്തുണ്ട്. എന്റെ പൊന്നു ചേച്ചി എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കണേ. എങ്ങനെ ഇതൊക്കെ സാധിക്കും? ചില വീഡിയോസ് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു കോമഡി വീഡിയോ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നിട്ട് അത് എത്ര ടേക്ക് എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടോ? അത് എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഒത്തിരി ടേക്കൊന്നും എടുക്കത്തില്ല, സമയം ഇല്ലാത്തതുകൊണ്ട് ഇത് മതി അങ്ങ് ചെയ്തിടും. അത്രേ ഉള്ളൂ. കണ്ടു ചിരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും? ഏത് വീഡിയോ കണ്ടു ചിരിച്ചിട്ടുള്ളത്? ഞാൻ കണ്ടു ചിരിക്കുന്ന അടുത്ത് ഞാൻ കണ്ടു ചിരിച്ച ആ ഒരു
പ്രോൺസ് തിന്നുന്ന വീഡിയോ ഒക്കെ ഇല്ലേ, അതിൽ ചിലതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ കുട്ടിയെ കുളിപ്പിക്കുന്ന സീൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ കൊച്ചു പിള്ളേരുടെ വീഡിയോ എനിക്ക് എന്റെ വീഡിയോ എനിക്ക് ഞാൻ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും വേറെ ആരോ പോലെ തോന്നും, വേറെ ആരോ വീഡിയോ ചെയ്യും. എന്റെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷെ ഈ കുഞ്ഞു പിള്ളേരുടെ വീഡിയോ ഇരുന്ന് ഞാൻ കാണാറുണ്ട്. എന്റെ വീഡിയോ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ കയറി ഇരുന്ന് കാണാറുണ്ട്. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. അവിടെ ഇത് അറിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഹിന്ദിക്കാരെ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു കാണും. ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ ലൈക്ക് ചെയ്തിരിക്കും. അല്ല, ഒരു ചോദിക്കാം, അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ഹിന്ദിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കുമല്ലോ അല്ലെ? ഞങ്ങള് പറയുന്നത് പൊട്ട ഇംഗ്ലീഷാ. എങ്ങനെ സംസാരിക്കും? ഇപ്പം ഞാനൊരു കണ്ടന്റ് പറയാണ്. ഇപ്പം എന്നോട് ഞാൻ ചേച്ചിക്ക് ഹിന്ദി അറിയില്ല, ഞാൻ ഹിന്ദിക്കാരിയാണ്, പക്ഷെ എങ്ങനെയായിരിക്കും സംസാരിക്കുക? എങ്ങനെയാണ് അവിടുത്തെ ബബിത ഇപ്പൊ ഇവിടെ പറഞ്ഞോ? എങ്ങനെയാ സംസാരിക്കുക? നമ്മൾ ഹിന്ദി ഭാഷ അല്ല അവിടെ. ഓക്കെ, ഇംഗ്ലീഷിൽ എങ്ങനെയാ സംസാരിക്കുന്നത്? പൊട്ട ഇംഗ്ലീഷ്. ഹലോ, you come by? No, coming. Train coming? No coming. Bye, sit there, okay? ഇതൊക്കെ ഉള്ളു. അങ്ങനെയാണ്. ഇപ്പൊ വീഡിയോസ് കണ്ടിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? എങ്ങനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്, അതൊക്കെ ഭയങ്കര പാടാണ് നമ്മൾ പറഞ്ഞെടുക്കാൻ. ആരും അത്ര പെർഫെക്റ്റ് അല്ല ഇംഗ്ലീഷ് പറയാനെന്ന്. അപ്പൊ എങ്ങനെയായിരിക്കും അതെന്ന് വെച്ചാൽ ഇവരെ ഞാൻ ആരടുത്തും ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ അവിടെ നിൽക്കുന്ന ഞാൻ എന്റെ സ്വഭാവം വേറൊരു സ്വഭാവമാണ്. ബാഹുബലിയുടെ കണക്ക് ഇങ്ങനെ നിൽക്കും. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടൊന്നും അധികം ആൾക്കാരുമായിട്ട് അങ്ങനെ ഫ്രണ്ട്ലി അല്ല. പക്ഷെ അവിടെ ഉള്ള ആൾക്കാർ ഇത് എങ്ങനെയൊക്കെയോ അറിഞ്ഞു നിഗൂഢമായിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഹിന്ദിക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. തമിഴ് ആൾക്കാർ 1-2 ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹിന്ദിക്കാർ ഇത് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. പല ആളുകളും വന്ന് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, എന്റെ വൈഫ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഈ ഡൗട്ട്സ് ചോദിക്കുമ്പോഴാണ് ഞാൻ പെട്ടു പോവാറുള്ളത്. ഞാനിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇന്നിങ്ങനെ ആകാശത്തൊക്കെ ആംഗ്യമൊക്കെ കാണിച്ചു കൊടുക്കും. നമ്മുടെ വെച്ച് സുരാജനെ പോലെ സംസാരിക്കും. അതെ, അതാണ് അവിടുത്തെ അവസ്ഥ. ഈ ഹിന്ദിക്കാരുടെ ഒക്കെ കണ്ടന്റ് മോഷ്ടിക്കാറുണ്ട്. നമ്മള് ഹിന്ദി വീഡിയോസ് ഒക്കെ കാണും. ഈ പ്രോൺസിന്റെ വീഡിയോ തന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിനകത്ത് ഗ്രേപ്സ് തിന്നിട്ട് ഇങ്ങനെ വീണ്ടും ഫ്രിഡ്ജ് തുറന്നിട്ട് അത് എടുത്തിട്ട് തിന്നുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനെ ഞാൻ എന്റേതായ രീതിയിൽ റീമേക്ക് ചെയ്ത വീഡിയോ ആണ് ഇത്. അങ്ങനെ കണ്ടിട്ട് നമുക്കത് ഇഷ്ടപ്പെടും, ആ കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് മാറ്റിയിട്ട് ചെയ്യാറുണ്ട്. വേറെ ഒന്നുമില്ല, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു അത്ര. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ചേച്ചി ഹാൻഡിൽ ചെയ്യുക? എന്റെ അടുത്ത് പറയാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനിങ്ങനെ യൂട്യൂബിൽ എങ്ങനെ ഫസ്റ്റ് ഞാനൊരു സ്ക്രിപ്റ്റ് തരാം. ഞാൻ യൂട്യൂബിലുള്ള ബബിതയാണ്, എന്റെ വീഡിയോസ് ഇങ്ങനെയാണ്, യു ഫസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറയണം. അതെങ്ങനെ എന്നെ കൊണ്ട് പറയിക്കും? ഞാനിങ്ങനെ ചെയ്യിക്കണം. അങ്ങനെ രീതിയിൽ ചേച്ചി എങ്ങനെയായിരിക്കും? ഹിന്ദിക്കാരിയാണെങ്കിലോ ടാസ്ക് ആണല്ലോ. ടാസ്ക് ഒന്നുമല്ല, അവിടെ പറഞ്ഞത് എങ്ങനെയാ അത് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. तू मेरे चैनल देखा नहीं देखा यू देख मोबाइल सर्च बबीदा बाबी बबीदा बाबी सर्च या that's click there subscribe only Malayalam videos there, please don't misunderstand me. just watch and like ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. അവരെല്ലാം ഞങ്ങളുടെ ഭാഷ ഇതാണ്, അവരെല്ലാം മനസ്സിലാക്കും നമ്മള് പറയുന്നതൊക്കെ. ഹിന്ദിയൊക്കെ പഠിച്ചു? ഹിന്ദി പഠിച്ചിട്ടില്ല, നമ്മൾ ഈ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പറഞ്ഞില്ലേ, ഇതിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് മലയാളമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മലയാളം നമുക്ക് ഭാഷയുടെ ആവശ്യമില്ല. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഭാഷയുണ്ട്, ഭാഷയില് അത് മതി ഞങ്ങൾക്ക്. അങ്ങനെ പോകും. അപ്പൊ അവിടെ ചെല്ലുമ്പം ഇപ്പം വീഡിയോസ് എടുക്കുന്നതിന് കുറച്ച് കുറവാണെന്ന് പറയും. കാരണം ജോലിയുടെ സമയം തിരക്ക് കാരണം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ നമ്മള് ഇത്രയും, അതായത് കുട്ടികളുള്ള ഒരു അമ്മയാണ്, അല്ലെങ്കിൽ പപ്പിത്തെ കല്യാണം കഴിഞ്ഞോ, ഞാൻ വിചാരിച്ചു സന്തൂർ മമ്മി കുട്ടികളുണ്ടെന്നൊരു സന്തൂർ മമ്മിയാണെന്നൊക്കെ ചോദിച്ചു കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് പശ്ചാത്താപം തോന്നിയിട്ടുള്ളൊരു കേസാണ്. ഗായ്സ്, ബബിത ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങോട്ട് പറയാം വിശേഷങ്ങൾ. പിള്ളേരുണ്ട് 2. അതാണ് കുട്ടികളുടെ വിശേഷം പറയാ. എങ്ങനെ എത്രയില് പഠിക്കുന്നു? പിള്ളേര് 10ാം ക്ലാസ്, 8ാം ക്ലാസ്. എൻ്റെ 2 പേരുടെയും വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെയും സ്വഭാവം 2 അറ്റത്ത് 2 ധ്രുവങ്ങളിലാണ്. പഠിക്കാൻ വളരെ കുഴപ്പമില്ല. 2 പേരും ജയിക്കുമെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ജയിക്കുമെന്ന് തോന്നുന്നു.
അതാണ്. എനിക്കറിയത്തില്ല കേട്ടോ, കുഴപ്പമില്ല എന്നാണ്. ഞാൻ ഇന്നലെ ബുക്കൊക്കെ എടുത്തു വെച്ച് നോക്കി, അപ്പം അത്യാവശ്യം ഉരുട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ആൺകുട്ടികളായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ. വിഷമമാണ് ആ ഒരു കാര്യത്തില്, പിള്ളേരുടെ കാര്യത്തില് അവരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചോളൂ. പക്ഷെ ഇവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് വരെ ഞാൻ പഠനത്തിനുള്ള പൈസ തരും, പഠിക്കാൻ വേണ്ടി പൈസ തരും. 18 വയസ്സ് കഴിഞ്ഞാൽ 5 പൈസ ഞാൻ എക്സ്ട്രാ തരില്ല. ഫുഡ് കാര്യങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ചോണം. പിന്നെ നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കുവാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം പഠിക്കാൻ വേണ്ടിയിട്ട്. തോറ്റിട്ട് പഠിക്കുന്നതിനല്ല, ഈ ജയിച്ചിട്ട് വീണ്ടും പഠിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ 5 പൈസ തരില്ല എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇനി അവരുടെ ഇഷ്ടം അതൊക്കെ. അത് ഞാൻ എന്നും പറയുന്നത് ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. പഠിക്കാത്ത കാണുമ്പോൾ ഞാൻ പറയും 18 വയസ്സ് വരെ ഞാൻ പഠിപ്പിക്കത്തോളെ, അത് കഴിഞ്ഞ് നിങ്ങൾ തോറ്റാ എനിക്ക് ലോട്ടറി, പിന്നെ പഠിപ്പിക്കണ്ടല്ലോ. എന്താ ഇത് ഇങ്ങനെ ചിന്തിക്കണം നമ്മള്. ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആയുസ് മൊത്തം കിടന്ന് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുക ഇല്ലേ. പണിയെടുക്കുന്ന പൈസ ആയാലും എല്ലാം ഇങ്ങനെ കൊടുത്ത് ചുമ്മാ വഷളാക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ ഞാൻ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ചിന്ത പോകും, അവരെ എന്നെ എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടി കുറച്ച് വർക്ക് ചെയ്യും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെടുത്ത്. ഞാനത് നടപ്പിലാക്കുകയും ചെയ്യും കേട്ടോ, സീരിയസ്ലി. ചേച്ചി എന്റെ അടുത്ത് പള്ളിയിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് എന്തായാലും ഈ പിള്ളേരുടെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും കണ്ടന്റ് ആക്കിയിട്ടുണ്ടോ ചേച്ചി? കാരണം എല്ലാം കണ്ടന്റ് ഇഷ്ടം പോലെ. ഇന്നാളെ ഞാനൊരു വീഡിയോ കോളിന്റെ സാധനം ചെയ്തില്ലേ, അതെന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തോണ്ടിയെടുത്തതാണ്. അതായത് ഒരു വീഡിയോ കോൾ ചെയ്തൊരു ചെക്കൻ ഇങ്ങനെ കിടക്കുമ്പം കുളിക്കത്തുമില്ല, കക്കുസിപ്പൊത്തുമില്ലല്ലോ, ഏത് സമയം ഒരു പെണ്ണുമായിട്ട് അവൻ സംസാരിക്കുക, അതില്ലേ. അത് ഞാനൊരു കോള് ഞാൻ ഇവന്മാരുടെ അടുത്ത് പറയും, ഏത് സമയം ഫോണിന്റെ അകത്ത് ആരെയും വിളിച്ചോണ്ടിരിക്കാന്നൊക്കെ പറയാൻ വഴക്കുണ്ടാക്കാറുണ്ട് ഇവന്മാരുടെ അടുത്ത്. അന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിട്ട് ഞാൻ ചെയ്തതാ. ശരിയാണ്. അങ്ങനെ പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അതിന് വേണ്ടിട്ടൊന്നും ആയില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, കുറെ പിള്ളേരൊക്കെ വിളിക്കാറുണ്ട്. ഈ ശരിക്കുമുള്ള ഈ നമ്മുടെ നാടൻ അമ്മമാരുണ്ടല്ലോ, മക്കളെ എന്ത് സംസാരിക്കുന്നു, ആരാണ് ടെൻഷൻ ഉണ്ടായിരിക്കും, ആരാണ് ഫോണിൽ വിളിക്കുന്നതെന്നൊക്കെയുള്ള, അങ്ങനെ എപ്പോഴെങ്കിലും മക്കൾ അറിയാണ്ട് ഇങ്ങനെ കളത്തരം കഴിച്ചു പ്രണയിക്കുന്നെങ്കിൽ പ്രണയിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് വേറെ ഒരു മോശം ഇതിലേക്ക് പോരുതെന്ന് മാത്രമുള്ള ആഗ്രഹം. പ്രണയം എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു ഏജിൽ അവർക്ക് തോന്നാം, അവർക്കത് നല്ലതാണെങ്കിൽ അവർ കണ്ടിന്യൂ അതിനൊന്നും ഒരു പ്രശ്നമില്ല. വേറൊരു മോശം തലത്തിലേക്ക് പോരുതെന്ന് മാത്രമല്ല. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പിള്ളേരെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ. പിന്നെ അവരെ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാനല്ല പറ്റത്തുള്ളൂ. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പം കുട്ടികളൊക്കെ സപ്പോർട്ടാണോ? വീഡിയോ ഒക്കെ എടുത്ത് തരാറുണ്ട്, പക്ഷെ എണ്ണി കാശ് ചോദിക്കാറുണ്ട്, വെക്കാറുണ്ട്. ആണോ? ഓ, ഒരു ദിവസം വീട്ടിൽ എടുക്കുന്നതിന് 200 രൂപ അങ്ങനെയൊക്കെ വെച്ച് കണക്ക്. എനിക്ക് ഞാനിവിടെ വന്നപ്പോ തന്നെ ഇളയവൻ പറഞ്ഞ എനിക്ക് കഴിഞ്ഞ മാസം വന്നതിന്റെ കുറച്ച് കണക്ക് എനിക്ക് തീർക്കാനുണ്ട്, അതെനിക്ക് സെറ്റിലാക്കിയിട്ട് വേണം പുതിയ വീഡിയോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തൊക്കെ കാശ് മേടിക്കാറല്ലേ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കാം സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് മേടിച്ച് സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ള കാര്യം. വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കണക്ക് പറയാൻ തുടങ്ങും. പിന്നെ പൈസ ഞാൻ കൊടുത്തില്ല, അവൻ കൊണ്ട് അമ്മയുടെ കൈ കൊടുത്തിട്ട് അവർ ആവശ്യത്തിന് ഒരു പൈസ എടുക്കുക, അപ്പുറത്തെ കടയിൽ പോയി മുട്ട പപ്സ് തിന്നുക, വെള്ളം കുടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് ഉള്ളു. എന്ത് കൂളായിട്ടായിരുന്നു പറയണത്. മക്കള് പൈസയൊക്കെ മേടിക്കും, പിന്നെ അവര് മെനക്കിടുന്നതല്ലേ, കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മേടിപ്പിക്കും എന്നെ കൊണ്ട്, ഞാൻ അത് ചെയ്തു തന്നില്ല ഇത് ചെയ്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണ്. ഈ കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്, ഈ സീരിയലിനാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലൊക്കെ പോണം എന്ന് ആഗ്രഹമുണ്ടോ ചേച്ചി? വിളിക്കണ്ടേ, നമ്മുടെ എന്താണെന്നറിയത്തില്ല അവർക്കാർക്ക് എന്നെ ഞാൻ ഓഡീഷൻ എത്ര പോയിട്ടുണ്ടെന്നറിയോ. എനിക്ക് കൈ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇതെനിക്ക് ഒടിഞ്ഞിട്ട് സർജറി ചെയ്താ 3 മാസം ഞാൻ ഉള്ള ഓഡീഷന് മൊത്തവും പോയിട്ടുണ്ട്. ചുമ്മാ ഫേക്ക് ഓഡീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിനൊക്കെ വെറുതെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അവസ്ഥ. ഈ ഓഡീഷൻസ് ഒക്കെ പോകുമ്പം അയ്യോ അവിടെ നിന്നൊരു ഇൻസൾട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇൻസൾട്ട് എന്തായിരിക്കും ശരിക്കും? അത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്നുകൂടായോ. ഞാൻ പറഞ്ഞ അത് മുഖം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അത് പറഞ്ഞ മുഖമൊക്കെ ബ്ലീച്ച് ചെയ്ത് നല്ല ഇതൊക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങി വേണം വരാൻ, ഇങ്ങനൊന്നും വരരുത് ഓഡീഷന്. നല്ല നീറ്റായിട്ട് ഫേസൊക്കെ നല്ല ക്ലീനപ്പ് ചെയ്യുന്നിട്ട് അയാൾ എനിക്ക് പറഞ്ഞു തന്നു, പനിനീരിനകത്ത് ഇത് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് പഞ്ഞിക്കകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് കളർ വെക്കും. പിന്നെ
പിന്നെ രക്തചന്ദനോ മഞ്ഞളോ എല്ലാ ദിവസവും ഇട്ടാൽ കുറച്ച് കളർ വെക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ നല്ല സിനിമയ്ക്ക് എപ്പോഴും കുറച്ച് ഫേസൊക്കെ നല്ല ഇതായിട്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊരു ഇൻസൾട്ട് അല്ല, ഒരു സങ്കടം തോന്നിയായിരുന്നു അന്നേരം ആ സമയം. ഇപ്പൊ അത് ചിരിച്ചോണ്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല അന്ന് കേട്ട. പക്ഷെ ശരിക്കും ഞാനൊക്കെ അന്ന് ശരിക്കും ചോദിക്കും, ചേട്ടാ അങ്ങനെയാണെങ്കിൽ പിന്നെ സൗന്ദര്യം ഉള്ളവരെ മാത്രം സിനിമയ്ക്ക് എടുത്താൽ പോരായിരുന്നു. ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ചോദിക്കും. കാരണം നമ്മളിപ്പം സൗന്ദര്യം എന്ന് പറയുന്നത് ലൈക്ക് ശരിയാണ്, ചില ക്യാരക്ടറിന് ഇന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇന്നത് മാത്രമേ ആപ്റ്റ് ആവുള്ളൂ എന്നൊക്കെ. പക്ഷെ പല നിറമുള്ള ആൾക്കാരെ നമ്മൾ എന്ത് നിറം ഇല്ലാത്ത ആൾക്കാരാക്കുന്നുണ്ട് അല്ലേ? ജസ്റ്റ് ലൈക്ക് അങ്ങനെയാണെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? ഇപ്പം ഈ നിറത്തിന്റെ പേരിൽ കൂടുതലും പഴി കേൾക്കാറുണ്ടായിട്ടുണ്ടോ? നിറത്തിന്റെ പേരിൽ കളിയാക്കലൊക്കെ എനിക്ക് തോന്നുന്നു കൊച്ചു പ്രായത്തിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. സ്കൂള് ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പിന്നെ വലുതായി വരുമ്പം ഇതുപോലെ മാരേജ് ലൈഫിലേക്ക് പോയപ്പോൾ അവിടെയും കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് വെളുത്തിട്ടുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയും വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഈ അഭിനയിക്കാനൊക്കെ പോയ സമയത്ത് കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കത് മേ ബി അത് കിട്ടിയേനെ ആയിരിക്കും. പിന്നെ ഓഡീഷനൊക്കെ പോകുമ്പോൾ എല്ലാം അടിപൊളി, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവരെയൊക്കെ നോക്കി ഞാൻ കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം കളറിൽ ശരിക്കും കാര്യമൊന്നുമില്ല. അല്ല, അത് നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്. കളറിൽ നല്ല കാര്യമുണ്ട്, പല ഫീൽഡിലും നമുക്കത് തോന്നാറുമുണ്ട്. കളറിൽ കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ശരിയാണ്, 2 കളറിൽ ഇതുണ്ട്. പക്ഷെ അതിന്റെ പേര് ഇൻസൾട്ട് മേടിക്കുക എന്ന് പറയുന്നത് ശരിക്കും അതൊരു എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പൊ ചേച്ചി അമ്മായിമ്മ മരുമകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് കുറേ പേരിങ്ങനെ കമന്റ് ചെയ്യും, അയ്യോ ഇത് തന്നെയാണ് ഇവിടെ, അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോ എന്താ തോന്നാറുള്ളത്? ചിലതൊക്കെ ഞാനങ്ങ് ചുമ്മാതെ എൻ്റെ ഒരു ഇമാജിനേഷനിലൊക്കെ ഭീകരമായ അമ്മായിയമ്മയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ വരെയൊക്കെ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മായിയപ്പൻ ഇങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ദൈവമേ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. തോന്നാറൊക്കെ. കാരണം ഇപ്പോഴും ആ 80s 90s ഒക്കെ നിൽക്കുമ്പം അതിശയിച്ചിട്ടുണ്ടോ? പിന്നെ ഞാനപ്പോ അത് ശരിയായിരിക്കാം. നമ്മൾ പല ജീവിതത്തിൽ പോയി കഴിയുമ്പോഴേ നമ്മളിപ്പോ ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അതൊരു കേട്ടുകേൾവി മാത്രം, അനുഭവിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ പല ജീവിതങ്ങൾ പറയുമ്പോഴും പലർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളത് അനുഭവിക്കുമ്പോഴേ അത് സത്യമാണെന്ന് നമുക്ക് തോന്നാറുള്ളൂ. ഈ ബോഡി ഷെയ്മിങ്ങും ഇതോടനുസരിച്ച് വന്നിട്ടുണ്ടോ? അധികം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വരാറുണ്ട്. ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല. എൻ്റെ ഇപ്പൊ ഓഡിയൻസിന് മേ ബി ഞാൻ കറുത്തിരിക്കുന്നോണ്ടായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരുടെ മുന്നിൽ നിൽക്കാറുള്ളത്. എനിക്ക് അതുകൊണ്ടാണോ എന്നെ ആളുകൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കറുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട്. പിന്നെ സ്കിൻ നല്ല നീറ്റാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ് ചേച്ചി? സിനിമയിൽ ഞാൻ സിനിമയിൽ എത്തുമ്പോ എൻജോയ് എനിക്ക് നന്നായിരിക്കട്ടെ. ഞാൻ അനുഗ്രഹിക്കുകയാണ് സിനിമയില്. നമ്മളിപ്പം ഇന്നിരിക്കുന്ന ആള് നാളെ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണ്. ചിലപ്പോ എനിക്കോ എന്റെ പുറകിലിരിക്കുന്ന ആൾക്കാരൊക്കെ നാളെ എവിടെ എത്തുന്നതൊക്കെ എനിക്കതിനെ പറ്റൂല. എന്തായാലും എവിടെ എത്തത്തില്ല എന്ന് പറയാ. എന്തായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും സിനിമയിൽ അഭിനയിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു സിനിമയിൽ ചെയ്ത് അഭിനയിച്ചിരിക്കും. ആണ്. അത്രയും ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടായി സിനിമയില് അഭിനയിക്കണം? സാധാരണ ഇപ്പം നമുക്ക് ഒരാളോടുള്ള ഭയങ്കര, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി സാറിനെ ഇഷ്ടമാണ്, വാണി വിശ്വനാഥ് മാമിനെ ഇഷ്ടമാണ്. ഇവരെയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പോലീസ് വേഷം ഇഷ്ടമാണ്, പോലീസ് ആവണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയെന്ന് പറഞ്ഞില്ലേ? ഈ സിനിമാ നടി ആവണം എന്ന് ആരോടുള്ള ഒരു ഭയങ്കര സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ആവണം എന്നുള്ള ഇതാകൊണ്ടാണോ? ആരോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞാൻ കുഞ്ഞുപ്രായത്തിൽ ഇവിടെയായിരുന്നു ഈ വംശം സീരിയലിന്റെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. എനിക്കൊരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. എനിക്ക് ഇവരെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത് കണ്ടും കേട്ടും, എന്നും ആക്ഷൻ കട്ട് ഇങ്ങനെ കേട്ട് അവർ അഭിനയിക്കുന്നത് പോയി നിന്ന് കണ്ടും കേട്ടും ഞാൻ ചുമ്മാ സ്കൂളിലൊക്കെ പോയി പറഞ്ഞു ഞാൻ സിനിമയ്ക്കകത്ത് കയറും. ഞാൻ ആ സീരിയലിനകത്തുണ്ട്, ഒരു സമരത്തിന്റെ ഒരു സീനിനകത്ത്. പക്ഷെ എന്നെ മാസ്ക് ഇട്ട് കളഞ്ഞു, കാണത്തില്ല, കുഞ്ഞല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇവിടെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അന്നേ ഞാൻ പറയും ഞാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കും, എന്തെങ്കിലും ഞാൻ സിനിമ. അപ്പൊ അന്നേ എനിക്ക് എന്റെ മൈൻഡിൽ തോന്നിയതായിരിക്കാം. പിന്നെ അഭിനയിക്കാൻ ഒരു ഇഷ്ടമുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ആഗ്രഹം സിനിമയിൽ കയറുക എന്നുള്ളതാണ് അല്ലേ? അതുപോലെ ഒരു ആഗ്രഹം ആണ്.
ഇപ്പം ഒരുപാട് കോംബോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ വസന്തരാമൻ ഫാൻസ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? വസന്തരാമണ്ണനെ എല്ലാവർക്കും ഇഷ്ടം. ഒരു ആണെങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അമ്മയും സ്നേഹിക്കും, ഭാര്യയും സ്നേഹിക്കും, എല്ലാരെയും സ്നേഹിക്കുന്ന. ശരിക്കും ആ ഒരു ഇത് കാണുമ്പോഴേ ചിലപ്പോ നമുക്ക് ഭയങ്കര ചിരി വരും, അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് എന്തെങ്കിലും എന്നുള്ള ഇതില് വരാറൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു ചെയ്യുന്ന ഭയങ്കര എന്തെങ്കിലും വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അങ്ങനെയാണല്ലോ സാധനം എന്നൊക്കെയുള്ള വരാറുണ്ട്. ഇപ്പൊ പല ആൾക്കാരും പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ടോ? ഓ ഉണ്ട്. ചിലർക്ക് എന്റെ മെയിൽ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, നല്ലതായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്, ആ ഒരു ഗെറ്റപ്പ് ഒക്കെ. എന്റെ അടുത്ത് ഒരാള് ഇൻസ്റ്റയില് ഏതോ ഒരാള് എന്റെ അടുത്ത് ഇൻസ്റ്റയില് മെസ്സേജ് ചോദിച്ചു, ഞാന് ആൺകുട്ടി ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സീരിയസ്ലി അയ്യോ നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാരക്ടർ ചെയ്യും. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെ ചാറ്റ് വന്നപ്പോഴത്തേന് ഞാൻ അങ്ങനെ ഒരു ആ ഒരു രീതിയിലേക്ക് വന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിലേക്ക്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെയൊക്കെ ബിഹേവിയർ? വന്ന് മിണ്ടാറൊക്കെ ഉണ്ട്. ഞാനിന്ന് പോയപ്പോഴും ഒരുപാട് പേരും തമിഴ്നാട്ടിൽ പിന്നെ നമുക്ക് ആർക്കും അറിയാം. ഞാൻ അന്ന് മലയാളിയാണ്, നീ ധൈര്യം ഉണ്ടെങ്കിൽ മലയാളം നമ്മുടെ എന്താണ് കേരളത്തിലേക്ക് വേണം അവിടെ ആർക്കും അറിയത്തില്ല. പിന്നെ ഇവിടെ വരുമ്പോ വളരെ ചിലപ്പോൾ മാത്രമേ എന്റെ ഓഡിയൻസിനെയൊക്കെ എനിക്ക് കാണാറും മിണ്ടാനും പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, അവര് ലൈവായിട്ട് വന്ന് നമ്മൾ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മള് പക്ഷെ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഒരു സ്വന്തം ജീവിതകാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ അത് കണ്ടതും കേട്ടതായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഓഡിയൻസ് ആയിട്ടുണ്ട് ചേച്ചിക്ക്. അപ്പം അവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്, ഇനിയൊരു വിവാഹത്തിലേക്ക് പോവോ? അങ്ങനെ ചോദിച്ചാൽ സന്തൂർ മമ്മിയാണ് ശരിക്കും. അതെനിക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം. കാരണം ഇവിടെയുള്ള പല ഫോട്ടോസ് കാണുമ്പോൾ ബബിത ചേച്ചിയാണോ എന്നൊരു സാധനം വരും. കാരണം വെച്ചാൽ അത്രയും എന്താ പറയാ ഭയങ്കര ചെറുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ചേച്ചിക്ക് മോളുണ്ടോ ഒന്നുണ്ടോ എന്നുള്ളൊരു സാധനം വരും നമുക്ക്. അപ്പം എന്താ പറയാനുള്ളത്? മാരേജിന്റെ കാര്യം ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് മാരേജ് ചെയ്യണം എന്ന്. കാര്യം ചില സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ തോന്നാം മാരേജ് ചെയ്താൽ കൊള്ളാം എന്നൊരു ഇത് തോന്നാറുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ച ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിലേക്ക് ഒരാൾ വരുമ്പം എൻ്റെ ഈ ഒരു നിമിഷങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയുണ്ട്. എൻ്റെ ഈ സൈലൻസ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് എല്ലാവരും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തേക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടെത്തുവാണെങ്കിൽ ഞാൻ മാരേജ് ചെയ്യും. ലവ് മാരേജ് ആയിരിക്കും ഇനിയുള്ളത്? ലവ് മാരേജോ ഇനിയും അല്ല, എനിക്ക് അങ്ങനെ എന്റെ ലൈഫിലോ ഞാൻ ഇങ്ങനെ എന്റെ ഒരു ജേർണി പോയിക്കൊണ്ടിരിക്കുമല്ലേ, എന്നെ പോലെ ഒരാളുണ്ട് ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ മാരേജ് ചെയ്തിരിക്കും. എന്തൊക്കെയാണ് ഇനി ഇങ്ങനെ ഒരാൾ ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷകയുടെ അയ്യോ ആരെങ്കിലും 100% മാരേജ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇപ്പം ഒരാൾ വരികയാണെങ്കിൽ ഇപ്പൊ ബബിത ചേച്ചി ഇപ്പൊ ഉള്ള ലൈഫ് സ്റ്റൈൽ വെച്ച് ഇപ്പൊ എങ്ങനത്തെ ഒരാളായിരിക്കണം ഇപ്പൊ വേഗം പറഞ്ഞത്? ഈ ഒരു ആക്ടിങ് ഫീൽഡിലുള്ള എന്റെ അതേപോലത്തെ ക്യാരക്ടറുള്ള ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള്, വേറെ ഒന്നും വേണ്ട, ചതിക്കാൻ പാടില്ല, ഒരു ചതിക്കാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരും ഉണ്ടാവും, അത് അറിയില്ല. സാഹചര്യം ഞാൻ വിചാരിക്കുന്ന കണക്ക് ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവും. എന്നാൽ നമുക്ക് ചില കാര്യങ്ങളിൽ ഉണ്ടാവില്ലേ, ലൈക്ക് ഇപ്പം എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ പോലെ നിൽക്കുന്ന ഒരാളുണ്ടാവണം, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ബബിത ചേച്ചിയുടെ ജേർണി ഇങ്ങനെ പൊക്കോണ്ടിരിക്കാലോ. അപ്പൊ ആ ബസ്സിലേക്ക് ആരെങ്കിലും ഒക്കെ വരുന്ന നമ്മള് ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അല്ലേ? അങ്ങനെ വരട്ടെ ചേച്ചി അല്ലേ? കാരണം ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ചോ, ചെറുപ്രായമാണ്, ഇനിയും അങ്ങടേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കാനാ അല്ല, ഇപ്പം നിർബന്ധിക്കല്ല, നമുക്ക് വേണമെന്നുണ്ട്. അതെ, ഒരു മനുഷ്യൻ കൂട്ട് വേണം. പല സമയങ്ങളിൽ നമ്മള് ബ്ലാങ്ക് ആയി പോവാറുണ്ട് ചില സമയം. എനിക്ക് എന്റെ ഇത്രയും കാലത്തിനിടയിൽ ചിലപ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു പോകാറുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്, അവളെ വിളിച്ച് 2 അവളെ സംസാരിക്കുമ്പോൾ മാക്സിമം എല്ലാം പോവും. എന്നിരുന്നാലും ചില സമയത്ത് ഭീകരമായ ഒരു ഏകാന്തത ഭയങ്കരമായിട്ട് അതൊരു വല്ലാത്ത ഫീലാണ്. ഒറ്റയ്ക്ക് അതിന്റെ ആശാട്ടിയാണ് എനിക്ക് തോന്നുന്നു. എനിക്കൊരു 32 വയസ്സിന് ശേഷമാണ് ഈ ഒരു സംഭവം. അതുവരെ എനിക്ക് ഇങ്ങനൊന്നും
കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആണ്. അപ്പം ഇനി അങ്ങോട്ട് ഇനിയും കുറെ കണ്ടന്റുകൾ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ എന്തായാലും ഒരു നടി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ്. കൂടെ ഒരു പാർട്ണറേയും കിട്ടട്ടെ ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ കിട്ടട്ടെ. ശരി.